നോക്ക്, അപ്പായ നോക്ക്. ഹോൾമാർട്ട് അല്ല, വോൾമാർട്ട്. വോൾമാർട്ട്. എന്ത് നാളെ എന്തുവാ പ്രത്യേകത? ആരുടെ ബർത്ത്ഡേയാ? ആഹാ. എത്ര വയസ്സായി ദേവുന്? ആഹാ. എന്തിനാ വന്നതെന്നറിയാവോ? വാ പറയട്ടമ്മ. എന്തിനാന്നറിയാവോ? ദേവുന് ബർത്ത്ഡേക്ക് മറ്റേ ബലൂണ് വാങ്ങിക്കണം, പിന്നെ കേക്കിന്റെ സാധനം വാങ്ങിക്കണം, ഡെക്കറേഷൻ വാങ്ങിക്കണം. ആ വാപ്പ. ഹലോ, അപ്പൊ എല്ലാവർക്കും ദേവുവിന്റെ ഒരു ബർത്ത്ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ബർത്ത്ഡേ ഞായറാഴ്ച ആയിരുന്നേ. അവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് 21 ഡിസംബർ ആയിരുന്നേ. അപ്പം അവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന 21/12/21 ആണ്. എല്ലാം 2121 ആണ് കേട്ടോ. അപ്പം അത് ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ തലേന്ന് ശനിയാഴ്ച കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വോൾമാർട്ടിലോട്ട് വന്നതാണ്. ഉണ്ടോ ഇതിനകത്ത് എമ്മാൻ്റെ? പക്ഷെ ഇപ്പൊ വേണ്ട, കാരണം നമുക്ക് ഇത് കിസ്സസ് ഇത് എല്ലാത്തിൻ്റെ ഉണ്ട്. ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ക്യാൻഡി കെയിൻ ഷേപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ഇതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ കുറെ കുട്ടികൾ അത് നോക്കി വാങ്ങിക്കുമല്ലോ. അപ്പൊ ദേവു അത് വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ഇനി നാളെ കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇല്ലേ, അതുകൊണ്ട് വാങ്ങിയില്ല. ഇത് ഞാനാണെങ്കിൽ പ്ലം കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടല്ലോ ഷോർട്സ്, നിങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ അതിന് എടുത്തതാണ് ചെറീസ്. ആക്ച്വലി ഞാൻ ബ്ലാക്ക് റൈസിന് എടുക്കാനിരുന്നേ, പക്ഷെ അതിവിടെ കണ്ടില്ല. പിന്നെ നമ്മൾ കേക്കിന്റെ സെക്ഷനിൽ വന്നേ. എനിക്കാണെങ്കിൽ എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ പാടൊന്നുമില്ല, പക്ഷെ അതിന്റെ അവസാനത്തെ ഡെക്കറേഷൻ വർക്കാണ് എനിക്ക് ഏറ്റവും പാട്. അപ്പൊ അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് വരുന്ന ഫ്രോസ്റ്റിങ്ങിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോൾ എന്താണെന്നറിയാവോ, അതുപോലത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഫ്രോസ്റ്റിംഗ് ഇല്ലേ, അത് നമ്മൾ വാങ്ങിക്കേണ്ട, അതായത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫ്രോസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഗനാഷ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ 2 കളേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുത്തത് നമുക്ക് വാങ്ങിക്കാനുള്ളത് ബേക്കിംഗ് പൗഡർ ആണ്. അപ്പൊ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ബേക്കിംഗ് പൗഡർ നോക്കിയപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഒരെണ്ണം പുതുതായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബേക്കിംഗ് പൗഡർ, ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെ ആണെങ്കിൽ ബട്ടറും ഉണ്ടായിരുന്നു എടുക്കാൻ. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്ലോറും എടുത്തായിരുന്നു. ബട്ടർ ഇത് സത്യത്തിൽ കോസ്കോയിലുണ്ട്, നമുക്ക് ലാഭത്തിൽ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് അത് പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുത്ത കേട്ടോ. പിന്നെ നമ്മളുടെ ഡിഷ് വാഷർ ഉണ്ടല്ലോ, അതിനകത്തിടുന്ന ഈ ഒരു ടൈപ്പ് ഇതുണ്ട്, അത് നല്ലതാണ്. ഇതിന് പേരെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിച്ചേട്ടോ. ഇതിന് മുന്നേ ഞാൻ ലിക്വിഡാണ് വാങ്ങിച്ചത്. ആദ്യമായിട്ട് ഇതുപോലത്തെ പോട്ട്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത് ചെറിയൊരു എമൗണ്ട്, 10-15 ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞ് ഇനി ദേവുവിൻ്റെ ഡെക്കറേഷൻ പാർട്ട് ഉണ്ടല്ലോ, ബർത്ത്ഡേയുടെ ആ ഒരു സെക്ഷനിലാണ് പോയത്. അപ്പോൾ ബലൂൺ ആദ്യമേ ഞാനും ഹസ്ബൻഡും തർക്കമാണ്. ആൾ ഡാർക്ക് കളർ ബലൂൺ എടുത്തു. അപ്പോൾ ലൈറ്റാണ് അവളുടെ ഡ്രസ്സൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റ് കളർ എടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ലൈറ്റ് കളറൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ദേവുവിനൊരു ക്രൗൺ പോലെ വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അവിടെ എല്ലാം തപ്പുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാനറൂടെ എടുത്തു കേട്ടോ. അപ്പോൾ അതെന്തായാലും വേണമല്ലോ, അപ്പോൾ അത് നോക്കി അതും എടുത്തു. നമുക്ക് ഇതുവരെ ക്രൗൺ ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ടോയ്സിൻ്റെ സെക്ഷനിൽ പോയി. ഇത്തവണ ദേവുവിന് ടോയ്സ് ഒന്നും വാങ്ങിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചത്, കാരണം അവൾക്ക് നമ്മൾ ഓൾറെഡി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പക്ഷേങ്കിൽ എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും കൂടെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ക്യാഷ് അയച്ചു തന്നു. അപ്പം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, നിനക്ക് എന്തോ ഇതിനകത്ത് ഇഷ്ടമുള്ളതെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇതിനകത്ത് ഇല്ലാത്തൊരു സാധനം ഡെയ്സിയാണ്, നമ്മുടെ മിക്കി മൗസിലെ. അപ്പം അത് അവള് എടുത്തു കേട്ടോ. കാണിച്ച ഇത് മതിയോ? ചെറുത് വേണോ വലുത് വേണോ? അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലത്താണെങ്കിൽ ഇത് നല്ല ക്രിസ്മസ് ട്രീ. ഈ ക്രിസ്മസ് ട്രീ ഉണ്ടോ, ഇതിനകത്തൊന്നും ഹാങ്ങിങ്സിന് വരെ എല്ലാം മിക്കി മൗസിലെ ക്യാരക്ടേഴ്സ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അതിനകത്ത് ദേവു താഴെ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന നല്ല ഫ്രെയിമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ.
അങ്ങനെ ഒരു മുട്ടൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഷാമ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദേവുവിന് കട്ട് ചെയ്യാനായിട്ട് ഒരു സിസേഴ്സും ഒക്കെ വാങ്ങി. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ഷോപ്പിംഗ് ആയിരുന്നു. ചെറുതായിട്ടൊരു 2-3 സാധനം വാങ്ങിക്കാൻ വന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ട വന്നു. അങ്ങനെ നമ്മൾ അന്ന് ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ക്രൗൺ നമുക്ക് കിട്ടിയില്ലെന്ന്, അതുകൊണ്ട് ഡോളർ ട്രീയിലോട്ട് വന്നതാണ്. അപ്പം അവിടെ ഈ ഒരു ക്രൗൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച സ്റ്റീല് ഗോൾഡൻ്റെ ഒക്കെ ആ ക്രൗൺ അതെങ്ങും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ തൽക്കാലത്തേക്ക് ആ പിങ്ക് ഒരെണ്ണം എടുത്തു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിട്ടോ. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ നാളെയാണല്ലോ ബർത്ത്ഡേ, അപ്പം അതിനുള്ള ബേസ് കേക്ക് ഉണ്ടാക്കണം. അപ്പം ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ തന്നെ ഉണ്ടാക്കി, അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ഈ വർഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാധനം എല്ലാം നിരത്തി വെച്ചിട്ട് എനിക്ക് ഒരു ബുക്കുണ്ട് കേട്ടോ. ഞാൻ അതിനകത്താണ് എൻ്റെ കേക്കിൻ്റെ അളവൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് ഞാൻ നോക്കുമായിരുന്നു ഓരോ അളവ്, അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് എടുത്തു വെക്കുമായിരുന്നേ. ഇന്നുണ്ടാക്കുന്ന നമ്മുടെ ബർത്ത്ഡേ കേക്കിൻ്റെ ബേസ് കേക്ക് എന്ന് പറഞ്ഞാൽ എഗ്ലെസ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂടാതെ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആള് വെജിറ്റേറിയൻ ആണ്, എഗ്ഗൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എഗ്ലെസ് ആണ്. വലിയ വ്യത്യാസമൊന്നും ഇല്ല, ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ടെക്സ്ചറിൽ മാത്രം 2 ഇച്ചിരി വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൈര്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു ടെക്സ്ചർ വരുത്തുന്നത്. അപ്പം ഞാൻ തൈരെല്ലാം എടുത്ത് എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നേ. പിന്നെ ആണെങ്കിൽ ബേസ് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വേണ്ടവർ കമൻറ്റ് ചെയ്താൽ ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാമേ. സൈഡിൽ കൂടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇതുപോലെ നമ്മൾ ഓൾറെഡി ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എയർ ഫ്രയറിൽ ചിക്കന്. അപ്പോൾ അതിനൊരു സാലഡ് പോലെ ഉണ്ടാക്കാമായിരുന്നു. ഞാൻ ഒത്തിരി തവണ കാണിച്ചിട്ടുണ്ട്. സവാള പിന്നെ ക്യാരറ്റൊക്കെ ഇട്ടൊരു സാലഡില്ലേ, അതുണ്ടാക്കുമായിരുന്നേ. അങ്ങനെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയായി. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രീസ് ചെയ്ത ആ ഒരു പാനിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് അതിട്ടിട്ട് ഞാൻ ഓവനിലാണ് വെച്ചത്. ഓവനിൽ എനിക്ക് തോന്നുന്നു ഒരു 35-40 മിനിറ്റോളം എടുത്തെന്ന് തോന്നുന്നു. നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ല എന്താ പറയുക ഫ്ലഫി ആയിട്ട് വരുവേ. അപ്പോൾ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് വെച്ച് എപ്പോൾ ചെയ്താലും നമുക്കത് ഒരുപോലെ വരും കേട്ടോ. ഇതാണെങ്കിൽ ബർത്ത്ഡേയുടെ അന്ന് രാവിലെയാണ്. അപ്പം ഞങ്ങളൊരു സർപ്രൈസ് അവൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നേ. എന്തത് നോക്കിക്ക്, എന്തുവാന്ന് മാറ്റി നോക്ക്, എന്തുവാന്ന് മാറ്റി നോക്ക്. എന്തുവാ ഇത്, എന്തുവാ ഇത്, എന്തുവാ ഇത്, എന്തുവാ ഇത്. വാവ്, ഇതെന്തുവാ ചേട്ടി, പറ എന്തുവന്ന്. മമ്മയുടെയും തങ്കൂൻ എന്തത്, വെളിയിൽ കൊണ്ടാ നമുക്ക്. ആ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, എന്തോ പറ. എന്റെ ബൈസൈക്കിള് ഫ്രിഡ്ജിലോട്ട് നീക്കിയാലേ ഞാൻ പാലിക്കാം. അതൊക്കത്തില്ല, അത് പിന്നെ നീക്കാം. ആദ്യം പാല് പോയി. നോ പ്ലീസ്, ഇറങ്ങ്, താഴെ ഇറങ്ങ്, താഴെ ഇറങ്ങ്. എപ്പോഴും ഇങ്ങനെ വണ്ടി ഓടിക്കണ്ട. ഇനിയും പോയി അല്ല, ഇനി പോയി ഇത് പറയുന്നത് ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു പ്ലീസും ഇല്ല. വേഗം പോയി പാല് കുടിച്ച് കഴിയുമ്പോ ഞാൻ അവിടെ ഒത്തിരി നേരം നീക്കാൻ തരാം. ഓക്കെ. സൈക്കിൾ കിട്ടിയ പിന്നെ ഫുൾ ടൈം അതിലാണ്. കഴിക്കുകയും കുടിക്കുകയും ഒന്നുമില്ല, ഫുൾ ടൈം അതിലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പഠിച്ചു കേട്ടോ, വളയ്ക്കാനും ഒക്കെ പഠിച്ചു. കിട്ടിയ ആ ദിവസം തന്നെ എല്ലാം ഓൾമോസ്റ്റ് ഓടിക്കാൻ പഠിച്ചു. പിന്നെ ഇത് ബാലൻസ് ഉള്ള ആയതുകൊണ്ട് കുഴപ്പമില്ല.
ഇനി ബാലൻസിങ് 2 വീലുണ്ടല്ലോ ബാക്കിൽ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബാലൻസ് ചെയ്യാൻ പാടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ആയപ്പോൾ കോസ്കോയിലൊന്ന് പോയി കേട്ടോ. പക്ഷെ അതിൻ്റെ ഞാൻ കോസ്കോയിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് പുതുതായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് പോയി എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നു. കാരണം നമുക്ക് ഇനി കേക്കിൻ്റെ ഡെക്കറേഷൻസ് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ അതിനകത്ത് ഞാൻ ഗനാഷ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രോസ്റ്റിങ്. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമായിരുന്നു. മറ്റേത് നമ്മളിങ്ങനെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യണം. നമ്മളെന്നും ചെയ്യുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ വല്ലപ്പോഴും മാത്രം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്കില്ലാണ്. നല്ല ഹാർഡ് വർക്ക്, നല്ല സ്കില്ല്, നല്ല ക്ഷമ, ഇത്രയും ഉണ്ടെങ്കിലേ നമുക്ക് കേക്ക് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കേക്ക് ഉണ്ടാക്കുന്നവരെ ഞാൻ ശരിക്കും സമ്മതിക്കും കേട്ടോ. അത്ര പണിയുണ്ട് ഇതിനകത്ത് ഉണ്ടാക്കാൻ. അപ്പം ഇത്തവണത്തെ കേക്കിൻ്റെ തീം മിനി മൗസ് ആണ്. അപ്പം ഞാൻ ആദ്യം ബാർബി ഡോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ മോൾക്ക് മിനി മൗസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് വെച്ചത്. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്കും ഞാൻ എത്രയെങ്കിലും ഒപ്പിച്ചല്ലോ എന്നൊക്കെ ആയിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ സൈഡിൽ അവർ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിലും അവർ അപ്പായും മോളും കൂടെ ഒരുവിധമൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കേക്ക് റെഡിയാക്കി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ 1-2 റീൽസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ മോളുടെ. Ready? 1, 2, 3, start. It's my birthday. I got the shoes. I got this. Makes me a princess, I guess. Okay. It's my birthday. I've got the shoes, I've got the dress that makes me a princess, I guess. It's a new dawn, it's a new day, it's a new life, it's a new life for me, and I'm feeling it. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുണ്ടല്ലോ, ക്യാൻഡിൽ ഊതാന്ന് 2ാമത്തെ തവണ. ആദ്യം നമ്മൾ റീൽ എടുക്കാൻ വേണ്ടി ക്യാൻഡിൽ ഊതി, ഇതിപ്പോൾ 2ാമത്തെ തവണ വീണ്ടും ക്യാൻഡിൽ കത്തിക്കുവാണ്. Happy birthday to you. Happy birthday to you. Happy birthday dear Devti. Happy birthday to you. Nice. Nice. Very nice. Very good. Good. Thank you. അത് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് തംബ്നെയിൽ ഇട്ടേക്കാം കേട്ടോ. കുറേ പിന്നെ ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള ഫ്രണ്ടാണ് കേട്ടോ. ഇവിടെ 2-3 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ആള് മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇവിടെ ഇല്ല. ഒരാൾ നാട്ടിൽ പോയി, ഒരാൾ വേറെ അപ്പാർട്ട്മെൻറ്റ് മാറി. അപ്പം അങ്ങനെ എല്ലാവരും ഓരോ വഴിക്കായിട്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് കർണാടക ഉള്ള ആളാണ്. അപ്പം ആൾക്ക് ഇടിയപ്പം മതി എന്ന് പറഞ്ഞു.
അപ്പം അതുകൊണ്ട് ഞാൻ ഇടിയപ്പം പിന്നെ കോളിഫ്ലവർ ഒരു ഫ്രൈയും പിന്നെ നമ്മുടെ വെജ് കുറുമ ആൾ വെജിറ്റേറിയനാണ് വെജ് കുറുമായും ഞാൻ റെഡിയാക്കി കേട്ടോ. ഇടിയപ്പവും ഒക്കെ കുറച്ച് ഏറെ ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ തലേന്നും നമ്മൾ എടുക്കാൻ തക്കവണ്ണം ഉണ്ടായിരുന്നേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പം ദേവുവിൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് വേറെ അടുത്തൊരു വ്ളോഗിൽ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.